നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. മുഴുവനുമായിട്ട് കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വളരെയധികം വിഷമപരമായിട്ടുള്ള ചിന്തകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മയും നിങ്ങളുടെ ആ ഒരു സ്നേഹം ഈ വ്യക്തിക്ക് ലഭിക്കാത്തതിന്റെ വളരെയധികം സങ്കടമാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു പുതിയ മാറ്റം കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഒരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. നിങ്ങളുമായിട്ട് പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി നമുക്കിവിടെ കാണാം. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു തരത്തിലും സ്നേഹമില്ലാത്ത രീതിയിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വേണ്ടുന്നത്ര രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുവാനോ പരിചരിക്കുവാനോ ശ്രദ്ധിക്കാനോ ഒന്നും തന്നെ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് എപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നു. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഈ വ്യക്തിക്ക് നിങ്ങൾ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ള അമിതമായിട്ടുള്ള വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല എന്നുള്ള അമിത വിശ്വാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയോടുകൂടി വരണമെന്ന് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഈ വ്യക്തിയുടേതായിട്ടുള്ള അഹങ്കാരപരമായിട്ടുള്ള രീതികളാണ് മുന്നിട്ട് നിന്നിരുന്നത്. ഈ വ്യക്തിക്ക് അഹങ്കാരപൂർണമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ താൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്നും തന്നെ അന്വേഷിച്ച് മറ്റുള്ളവർ തന്റെ അടുക്കളേക്ക് വന്നോളും എന്നുള്ള ചിന്താഗതികളാണ് ഈ പേഴ്സണെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിച്ചത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ അടിമയായി തുടരുമെന്നാണ് ഈ പേഴ്സൺ കരുതിയിരുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയെ വഴിതെറ്റിക്കാൻ കുറച്ചധികം സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഉള്ളതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഇതിലൂടെ തന്നെ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള അമിത വിശ്വാസം അതെല്ലാം സത്യമായി തീരും എന്നുള്ളത് തന്നെയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികം മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി ശ്രമിച്ചിരുന്നെങ്കിൽ പോലും കൂട്ടുകാരുമായൊക്കെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധവും ഇനി അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത വിധത്തിലാണ് അവരുമായി ബന്ധം പൊട്ടിച്ചെറിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സ്നേഹം വിജയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങളുടെ സ്നേഹം വിജയിക്കുവാൻ വേണ്ടി ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിലൂടെ കൂട്ടുകാരുടെ തനി സ്വഭാവവും അവരുടെ യഥാർത്ഥ മനസ്സിന്റെ ഉദ്ദേശവും മനസ്സിലായി തുടങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ തരത്തിലുള്ള എല്ലാ തരത്തിലും ഉള്ള ഭൗതിക ജീവിതങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ തീരുമാനിക്കുന്നത്. പറ്റിക്കുന്നവരുടെയും വാക്കുമാറ്റി പറയുന്നവരുടെയും പണത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരുടെയും കൂടെ താൻ എന്തിന് നിൽക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഈ പേഴ്സണ് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നുവോ അതെല്ലാം താൻ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത്. പുതിയതെന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെന്നും നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു.
അത്രയും പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങളെ ഉപേക്ഷിക്കുവാനോ വേണ്ടാന്ന് വെക്കാനോ തയ്യാറല്ല എന്നുള്ള ചിന്താഗതിയിലാണ് ഇപ്പോൾ ഈ വ്യക്തി എത്തി നിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നും നിങ്ങളുടെ മെസ്സേജുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള മെസ്സേജിന് വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത്. ആ മെസ്സേജ് നിങ്ങൾ അയക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കി നിൽക്കുന്നത്. മാനസികപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് തനിക്ക് ഏറ്റവും കൂടുതൽ വലുതെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സണ് എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ഈ പേഴ്സൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്തകളെ നിയന്ത്രിക്കുവാനോ നല്ലൊരു നിലയിലേക്ക് കൊണ്ടുവരാനോ ഈ പേഴ്സന് സാധിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ മുഖം വരുമ്പോഴും ഈ വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണം എന്നുള്ള ചിന്താഗതിയാണ് ഈ പേഴ്സന് ഉള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ഭൗതിക മാറ്റത്തിന് വേണ്ടി തയ്യാറാവുന്നതാണ് തനിക്ക് നല്ലതെന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. പുതിയ പുതിയ ജീവിത രീതികളും വിശ്വാസങ്ങളും ദൈവത്തിനോടുള്ള ശുഭാപ്തി വിശ്വാസവും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വ്യക്തിക്ക് വിശ്വസിക്കാനാകുന്നില്ല. കാരണം ഈ പ്രണയബന്ധം പുതിയ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ അതിലൂടെ മാറ്റങ്ങൾ വരുന്നത് ഈ വ്യക്തിക്കും കൂടിയാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് ചിന്താഗതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ വ്യക്തി ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും എന്ത് കാര്യത്തെയും കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് തനിക്ക് നടക്കുമെന്നും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. നിങ്ങളുമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ പേഴ്സൺ തയ്യാറെടുക്കുന്നത്. അതിനുവേണ്ടി ശത്രുക്കൾ പാടില്ല എന്നുള്ള നിർബന്ധം ഈ വ്യക്തിക്കുണ്ട്. ശത്രുക്കളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുവാനും നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനും തന്നെയാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി പുതിയ ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളോട് അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോടും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തെയും സംരക്ഷിക്കുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നത്. ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ വ്യക്തിയുടെ ഹൃദയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയോട് ക്ഷമിക്കണമെന്നും ഈ വ്യക്തിക്ക് ഒറ്റപ്പെടലിന്റെ വേദന താങ്ങാൻ സാധിക്കുന്നില്ല എന്നുമൊക്കെയാണ് ഈ പേഴ്സൺ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ചേർത്ത് പിടിക്കാനും അകറ്റി നിർത്തിയ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി പറയേണ്ട ആവശ്യമില്ല. മാറ്റി പറഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ശത്രുക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വായനയാണ് ഇന്നത്തേത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളും എപ്പോഴും നന്ദി പറയുക. ഈ വ്യക്തിയെയും നന്ദി പറയുക. ഈ വ്യക്തിയോടും ഈ പ്രണയബന്ധം ലഭിച്ചതിനോടും എപ്പോഴും നന്ദി പറയുക. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.